കോട്ടയം വാടൂരിൽ യുവാക്കളുടെ പരസ്യമായ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിനെ തുടർന്ന് സംഘർഷം. നാട്ടുകാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച 4 യുവാക്കളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. വാഴൂർ മൈലാടുംപാറ പാറാൻതോട്ടിൽ ഞായറാഴ്ചയായിരുന്നു സംഭവം. സംഘത്തിൽ ഒരാളുടെ ബന്ധുവീട്ടിലെത്തിയ യുവാക്കൾ വഴിയരികിലിരുന്ന് ലഹരി ഉപയോഗിച്ചത് നാട്ടുകാർ ചോദ്യം ചെയ്തു. ഇതോടെ നാട്ടുകാർക്കെതിരെ യുവാക്കൾ അസഭ്യവർഷവും കയ്യേറ്റ ശ്രമവും നടത്തി. കല്ലേറിൽ സമീപത്തെ വീടുകളുടെ ജനൽച്ചിലുകൾ ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. തുടർന്ന് നാട്ടുകാർ സംഘടിച്ച് യുവാക്കളെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുകയായിരുന്നു. എനിക്ക് പേടിയുണ്ട്. അവൻ ഒരുപാട് തൊലിക്കുകയൊക്കെ ചെയ്തു. വാഴൂർ പാറാന്തോട് സ്വദേശികളായ ജൂബിൻ, ജിബിൻ, അമൽ, കിഷോർ എന്നിവരെയാണ് പള്ളിക്കത്തോട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഇത് ഞായറാഴ്ച നടന്ന സംഭവമാണ്. ഇപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നത്. പ്രതികൾ അന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നോ? ഇത് ഈ നാട്ടുകാരുമായിട്ടുള്ള ചെറിയ വാക്ക് തർക്കം, അതല്ലെങ്കിൽ നാട്ടുകാർ ഈ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തത് മാത്രമാണോ ഈ വലിയ സംഘർഷമായി മാറിയത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് പോലീസ് കേസെടുക്കുകയും ചെയ്തത്. ഈ പ്രതികൾക്കെതിരെ വധശ്രമം അടക്കമുള്ള കേസുകൾ ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിലാക്കുകയും ചെയ്തിട്ടുള്ളത്. ഞായറാഴ്ച ഏതാണ്ട് വൈകുന്നേരം 5 മണിയോട് തുടങ്ങിയ സംഭവമാണ്. ഏതാണ്ട് 2.5 മണിക്കൂർ നീണ്ടു നിന്ന വലിയ അക്രമ പരമ്പരകളാണ് ആ നാട്ടിലുണ്ടായത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരം. അതായത് ആദ്യം ചെറിയ തോതിലാണ് നാട്ടുകാർ ഇതിനെ ചോദ്യം ചെയ്തത്. ഇവർ 2-3 ദിവസമായി ഇവരുടെ ഈ സുഹൃത്തുക്കളുടെ ഒരാളുടെ അമ്മ വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അവിടെ വലിയ മദ്യപാനം മാത്രമല്ല, വലിയ മറ്റ് ലഹരി, കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരിയുടെ ഉപയോഗവും വലിയ രീതിയിൽ ചെയ്തിരുന്നു. ഈ പുറത്ത് പലതവണ ഇവർ പോയ സമയത്തൊക്കെ പല നാട്ടുകാരുമായി തട്ടിക്കയറുന്നു. കടയിൽ പോയ സമയത്ത് കടയിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ തുടർച്ചയായി ഇവർ ആ 2-3 ദിവസങ്ങളിൽ അക്രമം നടത്തി എന്നുള്ളതാണ് ഈ ദൃക്സാക്ഷികൾ നമുക്ക് നൽകുന്ന വിവരം. എന്തായാലും ഞായറാഴ്ച വൈകുന്നേരത്തോട് കൂടി ഇത് കൂടുതൽ അക്രമാസക്തമാകുന്നു. വീടിന് നേരെ കല്ലേറുണ്ടാകുന്നു. വഴിയിൽ പോകുന്നവരോടൊക്കെ തട്ടിക്കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാം ഈ ലഹരി ഉപയോഗമാണ്. അതിന്റെ മുഴുവൻ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇത് ആദ്യഘട്ടത്തിൽ ആളുകളൊക്കെ ഒഴിഞ്ഞു നിൽക്കുകയാണ്. ഇവർ വീട്ടിലുള്ള സ്ത്രീകളെ അടക്കം വലിയ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ടാണ്, പറയാൻ പറ്റാത്തത്ര അത്രയും തെറി വിളിച്ചുകൊണ്ടാണ് ഇവരെ നാട്ടിലെ സാധാരണക്കാരായ കുടുംബങ്ങളിലേക്ക് ഇവർ ഒരു കടന്നാക്രമണം തന്നെ നടത്തിയത്. എന്തായാലും ഈ സംഭവം ഉണ്ടായതോടെ ഏതാണ്ട് 2 മണിക്കൂറോളം നാട്ടുകാർ ക്ഷമിച്ചു നിൽക്കുന്നതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഇടയ്ക്ക് അവിടെ നിന്ന പലരോടും ഇവർ തട്ടിക്കയറുന്നു, പല വീടുകളിലേക്കും കല്ലെറിയുന്നു. ഇതൊക്കെ ഉണ്ടായ ശേഷവും പരമാവധി പോലീസിനെ വിളിച്ച ശേഷം പോലീസ് നടപടി ഉണ്ടാകട്ടെ എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ പോലീസ് എത്തുന്നത് പിന്നെ വൈകിയതോടെ സമാനമായ രീതിയിൽ കൂടുതൽ അക്രമങ്ങളിലേക്ക് ഇവർ കടക്കുന്നു. പോലീസ് സംഭവ സ്ഥലത്ത് ഏതാണ്ട് 2.5 മണിക്കൂർ വൈകിയാണ് എത്തുന്നത്. പോലീസിന് മറ്റ് സമാനമായ ചില അടിപിടി കേസുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ ആള് കുറവും കൂടി ഉള്ളതുകൊണ്ട്, ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഇടപെടാൻ ഏതാണ്ട് 2.5 മണിക്കൂർ വൈകി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, രാത്രിയും പകലും ഒക്കെ ആയിട്ടുള്ള ദൃശ്യങ്ങളാണ്. പോലീസ് എത്തുന്നതോടുകൂടി നമുക്കറിയാം, ഈ വാഴൂർ ഉൾപ്പെടുന്ന പ്രദേശം വലിയ രീതിയിൽ ലഹരി മാഫിയയുടെ ഒരു താവളമായി മാറുന്നുണ്ട്. പലയിടങ്ങളിലും വാഴൂരിലെ പല പ്രദേശങ്ങളിലും ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട്. പക്ഷേ പോലീസ് ഈ 2.5 മണിക്കൂർ കഴിഞ്ഞ് എത്തി എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയല്ലേ? അതോടൊപ്പം ഈ നാട്ടുകാരുടെ ആ ഒരു ഇടപെടലിനെ പ്രത്യേകം തന്നെ അഭിനന്ദിക്കണം. കാരണം ഇത്തരം ലഹരി സംഘങ്ങൾ അക്രമം അഴിച്ചുവിടുമ്പോൾ പലരും ഭയം കാരണം മുന്നോട്ട് വരാറില്ല, ഇത്തരം പ്രതിരോധം തീർക്കാറില്ല. പക്ഷേ കൃത്യമായി നാട്ടുകാർ സംഘടിക്കുന്നുണ്ട്, പരമാവധി സംയമനം പാലിക്കുന്നുണ്ട്. അതിനുശേഷം അവർ തന്നെ ഇടപെട്ട് ഇവരെ കീഴ്പ്പെടുത്തുന്നു, പിന്നീട് പോലീസിന് കൈമാറുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായി എന്നൊരു ആക്ഷേപം നാട്ടുകാർക്കുണ്ടോ ശ്രീജിത്ത്?
തീർച്ചയായും ടോം, ഈ ഓപ്പറേഷൻ തൂഫാൻ സ്വാഭാവികമായിട്ട് പോലീസാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ നാട്ടുകാർ ചെയ്യേണ്ടി വരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. ഈ ആദ്യ മണിക്കൂറുകളിൽ തന്നെ സംഭവം ഉണ്ടായപ്പോൾ തന്നെ നാട്ടുകാരിൽ പലരും പേടിച്ചാണ് ഇടപെടാതിരുന്നത് എന്നാണ് അവർ പറയുന്നത്. കാരണം ഇവരൊക്കെ ലഹരി സംഘങ്ങളാണ്. ഈ ലഹരി സംഘങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ പിന്നെ കരുതിക്കൂട്ടിയൊക്കെ ആക്രമിക്കുക, വീടുകൾക്കെതിരെ അക്രമം നടത്തുക, ഇതൊക്കെ യാതൊരു ബോധവുമില്ലാതെ ചെയ്യുന്നതാണ് കേരളത്തിൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്പം ഭയമുണ്ടായിരുന്നു നാട്ടുകാർക്ക്. പോലീസിന്റെ കാര്യത്തിൽ നാട്ടുകാരും ചൂണ്ടിക്കാണിക്കുന്നത് അവർക്ക് വേറെ ഏതോ കേസ് ഉണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു. സമാനമായ അടിപിടി സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നവർ പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്തായാലും പോലീസ് വൈകിയാണ് എത്തുന്നത് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. കാരണം രാത്രിയുള്ള ദൃശ്യങ്ങളിലാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ആ സമയത്തേക്ക് ഏതാണ്ട് ഒരു 7 മണി കഴിഞ്ഞതോടുകൂടി കൂടുതൽ നാട്ടുകാർ സംഘടിച്ചെത്തുകയും ഇവരുടെ അക്രമങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നാട്ടുകാരെ ഇവർ കാര്യമായി മർദ്ദിക്കുന്നുണ്ട്. നാട്ടുകാർക്കും നിരവധി പേർക്ക് പരിക്ക് ഏൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. തിരിച്ച് നാട്ടുകാരുടെ ഭാഗത്ത് നിന്നും വലിയ രീതിയിലുള്ള പ്രതിരോധം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ തന്നെ ഈ കൂട്ടത്തിൽ തന്നെ ഒരു ചെറുപ്പക്കാരൻ ഇവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഈ അക്രമകാരികൾ അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരെയൊക്കെ അയാളെയും അതിക്രമിച്ചുകൊണ്ടാണ് ഇവർ കയറുന്നത്. ഇടയ്ക്ക് മുണ്ടെല്ലാം പോകുന്നു, ഷർട്ടൊക്കെ വലിച്ച് സ്വയം തന്നെ ഊരി എറിഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് സ്ത്രീകളടക്കമുള്ള ആളുകളുടെ അടുത്തേക്ക് എത്തുന്നു. അത്രത്തോളം ഭീകരത നിറഞ്ഞ ദൃശ്യങ്ങളാണ്. നാട്ടുകാരെ ഭയപ്പെടുത്തുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. ആരാണ് ചോദിക്കാൻ എന്നുള്ളത് ചോദിച്ചുകൊണ്ട് നാട്ടുകാരിലേക്ക് ആക്രോശിച്ചുകൊണ്ട് എത്തുന്നു. ഇടയ്ക്ക് പ്രായമായ മനുഷ്യരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ആക്രമിക്കുന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഏറ്റവും ഒടുവിലാണ് സഹികെട്ട് വന്നതോടെയാണ് കൂടുതൽ നാട്ടുകാരെത്തുകയും ഇവരെ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് എത്തിയത്. കയറൊക്കെ കൊണ്ട് പിടിച്ച് കെട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തി. കാരണം 2-3 പേര് ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ പോലും ഇവരെ പിടിക്കാൻ കഴിയാത്ത നിലയാണുള്ളതെന്നാണ് ഈ നാട്ടുകാർ പലരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ഒടുവിൽ പിടിച്ചു കെട്ടിയ ശേഷമാണ് എന്തായാലും പോലീസ് എത്തുന്നത്. പോലീസ് എത്തിയ ശേഷം പിന്നീട് ഇവർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പരിക്ക് പറ്റിയ നാട്ടുകാരിൽ നിന്നൊക്കെ മൊഴിയെടുത്തുകൊണ്ട് അവർക്ക് പറ്റിയ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചൊക്കെ സ്ത്രീകൾക്കടക്കം അവർക്കുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി മൊഴിയൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് ഇവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അപകടകരമായ ഒരു അവസ്ഥയാണ്. കാരണം നമുക്കറിയാം ഈ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പരാക്രമം കാണിക്കുന്ന യുവാക്കളുടെ ഒരു അവസ്ഥ. ഈ MDMA പോലെയുള്ള രാസലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ഊർജമാണ്. പിന്നെ എത്ര പേർ പോലും പിടിച്ചാൽ പോലും കിട്ടാത്ത രീതിയിലേക്ക് ഇവരുടെ മനോനില മാറുന്നുണ്ട്. വലിയ പരാക്രമങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ, ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ തൂഫാനുമായി പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നാട്ടുകാർ പോലും ഈ വിഷയങ്ങളിൽ ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നാളെ ഇവരെ പിടിച്ചു കെട്ടിയെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ ഈ നാട്ടുകാർക്കെതിരെയും കേസെടുക്കേണ്ട ഒരു സാഹചര്യങ്ങൾ പോലും ഉണ്ടാകും. കാരണം നിയമം കയ്യിലെടുത്തു എന്ന് പറഞ്ഞ് സാധാരണ രീതിയിൽ പോലീസ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടുകാർക്കെതിരെയും കേസെടുക്കുന്ന ഒരു പ്രവണത പോലും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ എന്തായാലും കൃത്യമായ ഇടപെടലുകളാണ്. കാരണം പരമാവധി സംയമനം പാലിച്ചുകൊണ്ടാണ് നാട്ടുകാർ സംഘടിച്ചത്, ഇവരെ കീഴ്പ്പെടുത്തിയത്, പോലീസിന് കൈമാറിയത്. പക്ഷേ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഈ പോലീസിന് കൃത്യമായും ഈ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോഴും ഇതുപോലുള്ള ലഹരി സംഘങ്ങളെ ഈ വാഴൂർ പോലുള്ള പ്രദേശങ്ങൾ പൂർണ്ണമായി അമർച്ച ചെയ്യാൻ കഴിയാത്തത്? പലയിടത്തും പോലീസിന്റെ അംഗബലം വളരെ പ്രധാനപ്പെട്ടതാണ് ടോം. നമുക്കറിയാം ഞായറാഴ്ച പോലുള്ള ദിവസങ്ങളിൽ അടക്കം പോലീസ് സ്റ്റേഷനുകളിൽ ജോലിക്കുണ്ടാകുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവാണ്. നമുക്കറിയാം പലയിടത്തും ആദ്യ ഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായെന്ന് കേട്ടാൽ വളരെ ചെറിയ സംഘം പോലീസുകാരെ മാത്രമേ വിടാൻ സാധിക്കുകയുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഈ പോലീസുകാർക്ക് തന്നെ മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതൊക്കെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഒരു പരിമിതി ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ ഒറ്റ നോട്ടത്തിൽ ഈ 2.5 മണിക്കൂറൊക്കെ വൈകി എത്തുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ജനങ്ങൾ, സാധാരണക്കാർ പോലീസിനെ വിശ്വസിച്ച് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭരണകൂടത്തെയൊക്കെ വിശ്വസിച്ച് ഈ ലഹരി മാഫിയക്കെതിരെ പ്രതികരിക്കുക എന്ന ഒരു സംശയം അവിടെ ഉയരുന്നുണ്ട്. പക്ഷേ ഈ നാട്ടുകാർ ഏതായാലും ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതാണ്. നിലവിൽ പോലീസ് ഇവർക്കെതിരെ ഒന്നും കേസെടുത്തിട്ടില്ല. ടോം നേരത്തെ പറഞ്ഞ പോലെ സാങ്കേതികത അല്ലെങ്കിൽ നിയമവശമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ മർദ്ദനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ എടുക്കാവുന്നുണ്ട്. പക്ഷെ ഇത് ഇവരുടെ നാട്ടിൽ ഇവരുടെയൊക്കെ വീടുകളിൽ നടത്തിയ അക്രമമാണ്. സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ നടത്തിയ അക്രമത്തിന്റെ
ഞെട്ടിക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ പോലീസ് എത്തിയാലും ഇവരെ കൈകാര്യം ചെയ്തുകൊണ്ടല്ലാതെ പിടിച്ചു മാറ്റാൻ കഴിയാത്തൊരു നിലയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോ ഈ പോലീസിനെതിരെ ആയാലും ഉണ്ടാകും, ഇനിയിപ്പോ ഏതെങ്കിലും കോടതി മജിസ്ട്രേറ്റ് ആണ് റോഡിൽ കൂടെ നടക്കുന്നതെങ്കിൽ അവർക്കെതിരെ ഉണ്ടാകും, ആർക്കെതിരെയും ഉണ്ടാകാവുന്ന ഒരു അരാജകത്വ നിലയിലേക്ക് ഈ ലഹരി മാഫിയ പലയിടത്തും എന്താ പറയുക അഴിഞ്ഞാടുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ നാട്ടുകാർ ഒരുമിച്ച് നിന്നു എന്നുള്ളത് ഒരു പരിധിവരെ അവരെ സംബന്ധിച്ച് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. നമുക്കറിയാം എത്ര മണിക്കൂർ അവർ കാത്തു നിന്നു എന്നുള്ളതാണ്. കാരണം ആദ്യ ദൃശ്യങ്ങളിൽ കാണാം വെളിച്ചമുള്ള സമയത്താണ് ആദ്യ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്, പിന്നീട് രാത്രിയാണ് ഈ ബാക്കി സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഒരു 2-2.5 മണിക്കൂറോളം ഈ സംഭവങ്ങൾ നീണ്ടു നിന്നു എന്നുള്ളത് ഫലത്തിൽ ഞെട്ടിക്കുന്നതാണ്. ആ ഘട്ടത്തിൽ അതുവരെയും പോലീസിന് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു പരിധിവരെ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളുടെ അവസ്ഥ അല്ലെങ്കിൽ സാഹചര്യം കേവലം ആ പോലീസ് സ്റ്റേഷൻ്റെ ഒരു വീഴ്ച മാത്രമാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിലൊരു ഇടപെടൽ ചിലപ്പോൾ ഒരുപക്ഷെ സമീപ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നോ ഒക്കെ സംഘടിച്ച് ഉണ്ടാകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് ഈ ദൃശ്യങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു എന്തായാലും നാട്ടുകാർ പോലീസായി മാറേണ്ട ഗതികേടിൽ അവർ. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കോട്ടയം വാഴൂരിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പോലീസിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ ഇടപെടലുകൾ എന്തായാലും ആവശ്യമാണ്. ഇവിടെ നാട്ടുകാർക്ക് ഈ ഒരുപക്ഷെ നിയമം കയ്യിലെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 2.5 മണിക്കൂറോളം അവർ പോലീസ് വരുന്നത് നോക്കി നിന്നു. പക്ഷെ അവിടെ ആ സമയത്ത് പല വീടുകളിലും കയറി ഇവർ അക്രമങ്ങൾ നടത്തുന്നു, വീടുകൾ തല്ലി തകർക്കുന്നു, ജനൽ ചില്ലുകൾ തകർക്കുന്നു, സ്ത്രീകൾക്ക് നേരെ പോലും ആക്രമണം നടത്തുന്നു. ഏറ്റവും ഒടുവിലാണ് നാട്ടുകാർ സഹികെട്ട് ഈ 4 ചെറുപ്പക്കാരെ ഇവരെ കൈകാര്യം ചെയ്യുന്നത്, ഇവരെ പിടിച്ചു കെട്ടുന്നത്, പിന്നീട് പോലീസിനെ കൈമാറുന്നത്. ഓൺലൈൻ പാപ്പനാസി രീതികൾക്കെതിരെ കടുത്ത നിയമ നടപടിക്കൊരുങ്ങി പേരാമ്പ്ര MLA ഫാത്തിമ തെഹ്ലിയ. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.